ആദരണീയനായ കെ സുധാകരൻ അദ്ദേഹം ചികിത്സ തേടാൻ പോകുന്നത് മോൻസൺ മാവുങ്കലിന്റെ അടുക്കൽ. UPA ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയാഗാന്ധിക്ക് അസുഖം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പൂജാപ്രസാദം കൊണ്ടെത്തിക്കുന്നത് അമ്പലക്കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി. നമ്മുടെ നാട്ടിലെ ലക്ഷണമൊത്തി ഒരു അമ്പലക്കള്ളം വിളിച്ചാൽ ചുവപ്പ് പരവതാനി വിരിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടയാളാണോ കേരളത്തിലെ UDF കൺവീനർ? ജയ്ക്ക് വീണ്ടും സോണിയാഗാന്ധിയെ മുൻനിർത്തി, അടൂർ പ്രകാശിനെ മുൻനിർത്തി ഈ സ്വർണ്ണക്കൊള്ളയെ പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഇന്നത്തെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലല്ലേ കയറ്റിയത് എന്നത് പരാമർശിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. രണ്ട് ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. അതിലൊന്ന്, ഇന്നിപ്പോൾ 60 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ആദ്യ അറസ്റ്റ് കഴിഞ്ഞ്. 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു അന്വേഷണം തുടങ്ങിയിട്ട്. അന്വേഷണം എവിടെ എത്തി എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. വൻതോക്കുകളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ഇത് പത്മകുമാറിലും വാസുവിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അവർക്ക് പോലും ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കെത്ര കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം SITക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭരണപരമായ വീഴ്ചയ്ക്കപ്പം അപ്പുറം ഒന്നിലേക്കും SIT പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഇനി പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കേസ് ആവിയാകാൻ പോവുകയാണോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം, ഇപ്പോൾ നേരത്തെ രാജു പി നായർ ചോദിച്ച ചോദ്യമാണ്. സോണിയാഗാന്ധി എന്തുകൊണ്ട് ജൻപത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി, മറ്റ് അടൂർ പ്രകാശും മറ്റുള്ള നേതാക്കളും എന്നുള്ള ചോദ്യത്തിന് നോക്കൂ, 2025 ഈ ദേവസ്വം വിജിലൻസ് കയ്യിലുള്ള, ഇന്റലിജൻസ് സംവിധാനം കയ്യിലുള്ള ആഭ്യന്തര വകുപ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആടെ കയ്യിൽ നിന്ന് താക്കോലേറ്റ് വാങ്ങുന്നുണ്ട്. ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഒരു പൂജയുടെ പ്രസാദം കൊടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് ഇത്ര രാഷ്ട്രീയ വിവാദമാക്കാനുണ്ടോ JP തോമസ്? തീർച്ചയായിട്ടും. ഇപ്പോൾ അതിൽ പ്രസക്തമായ ഒരു വാചകം അങ്ങ് സൂചിപ്പിച്ചു. പൂജയുടെ പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് UPAയുടെ ചെയർപേഴ്സണായി. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ. അതായത് 50-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സമാനമായ സുരക്ഷയുള്ള Z+ കാറ്റഗറി സുരക്ഷയുണ്ടായിരുന്ന UPAയുടെ ചെയർപേഴ്സണായിരുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ തത്തുല്യമായ സുരക്ഷയും ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ പദവിയും ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ UPA ചെയർപേഴ്സന്റെ അടുക്കലേക്ക് അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗം കൂട്ടുകയാണെങ്കിൽ എന്താണ്, പൂജയുടെ പ്രസാദം കൊടുക്കാൻ അല്ലെ, ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തൻ എന്ന് 2024 ബഹുമാനിയനായ UDFന്റെ കൺവീനർ വിശേഷിപ്പിച്ച, നിർവചനം ചമച്ച ഇദ്ദേഹം ഈ അമ്പലക്കള്ളൻ പോയി എന്നുള്ളതാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കല്ല പോകേണ്ടത്. അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കോൺഗ്രസ് ഇപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ആധികാരികമായി പൂജയുടെ പ്രസാദം കൊടുക്കാനാണ് ബാംഗ്ലൂരിലെ പ്രസിദ്ധ അയ്യപ്പ ഭക്തൻ എന്ന് UDF കൺവീനർ വിശേഷിപ്പിച്ച് ഈ അമ്പലക്കള്ളൻ പോയി എന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. 2 ദിവസങ്ങൾക്കോ മറ്റോ മുമ്പുള്ള ചാനൽ ചർച്ചയിൽ ഇദ്ദേഹത്തെ പോലെ തന്നെ സംവാദങ്ങളിൽ പങ്കെടുക്കാറുള്ള കോൺഗ്രസിന്റെ ബഹുമാനിയനായ മറ്റൊരു പാനലിസ്റ്റ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്. അതായത് താൻ പാതി ദൈവം പാതി എന്ന നിലയിലാണല്ലോ. അപ്പോൾ മെഡിക്കൽ ചികിത്സയോടൊപ്പം ദൈവസ്വരൂപമായിട്ടുള്ള വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ബഹുമാനിയനായ ഭഗവാൻ അയ്യപ്പന്റെ പൂജാപ്രസാദവുമായിട്ടാണ് ഈ അമ്പലക്കള്ളൻ UPA ചെയർപേഴ്സന്റെ അടുക്കിലേക്ക് പോയത് എന്ന് 2 ദിവസങ്ങൾക്കോ മറ്റോ മുമ്പുള്ള ഇദ്ദേഹത്തെ പോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരു കോൺഗ്രസ് പ്രതിനിധിയാണ് ഉന്നയിച്ച് ആദ്യമായി എനിക്ക് എന്തായാലും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മൾ കാണേണ്ടൊരു പ്രശ്നം, ഇപ്പോൾ അങ്ങയുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ, നമ്മുടെ KPCCയുടെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ആദരണീയനായ കെ സുധാകരൻ, പകരം വെക്കാനില്ലാത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനഭാജനമായ നേതാവാണല്ലോ. അദ്ദേഹം ചികിത്സ തേടാൻ പോകുന്നത് മോൻസൺ മാവുങ്കലിന്റെ അടുക്കൽ. UPA ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയാഗാന്ധിക്ക് അസുഖം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പൂജാപ്രസാദം കൊണ്ടെത്തിക്കുന്നത് അമ്പലക്കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതിൽ തന്നെ ഈ കാര്യങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ തന്നെ കേരളത്തിലെ, ഇന്ത്യയിലെ ലക്ഷണമൊത്ത തസ്കര സംഘമായി കോൺഗ്രസും UDFും മാറിയെന്ന് നിഷ്കളങ്ക ബുദ്ധിയോടുകൂടെ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? കേരളത്തിലെ കോൺഗ്രസിന്റെ ചെറിയ ആളല്ല, ഇപ്പൊ മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ ചർച്ചയിൽ വന്നിരിക്കുന്ന സ്പോക്സ് പേഴ്സൺമാരോ ആരൊക്കെ ആണെങ്കിൽ നമുക്ക് പോട്ടെ നോക്കാം, അത് അവരുടെ നിലവാരത്തിൽ എന്ന് വെച്ചിട്ട്. ഇത് വന്നിരിക്കുന്നത് ആരാണ്? UPA ചെയർപേഴ്സൺ മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാവ് വരെ, മോൻസൺ മാവുങ്കൽ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരെയുള്ള ആളുകളെയാണ് ആശ്രയിക്കുന്നത്. മെഡിക്കൽ പ്രയാസം ഉണ്ടാകുമ്പോൾ, ആരോഗ്യ സംബന്ധമായ അസുഖം വരുമ്പോൾ ഈ ലക്ഷണമൊത്ത വഞ്ചക സംഘത്തിന്റെ നേതാക്കന്മാരെയാണ് ഇന്ത്യയിലെ മുതൽ കേരളത്തിലെ വരെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന ആളുകൾ, ടോപ്പ് ബ്രാസിൽ നിൽക്കുന്ന ആളുകൾ ആശ്രയിക്കുന്നത്. എന്നിട്ട് അവരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം അന്വേഷണം ആവിയാകാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അന്വേഷണം ആവിയാകാൻ പോകുന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു CPM പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് സ്വീകാര്യമായ അഭിപ്രായം, ഈ അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിച്ചുകൊണ്ട് എല്ലാ 2 ആഴ്ചയും ഈ അന്വേഷണം
അന്വേഷണ സംഘത്തിന്റെ ഓഡിറ്റിംഗ് നടത്താറുള്ള ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ്, 2 അംഗ ഹൈക്കോടതി ബെഞ്ചാണ്. അവർ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഇതേവരെ മറുത്തൊരു അഭിപ്രായം പറഞ്ഞതായി നമ്മളുടെ മുമ്പിലുണ്ടോ? അവരുടെ കൂടെ പ്രതികരണങ്ങളും അവരുടെ കൂടെ ആശീർവാദത്തോടും അവരുടെ കൂടെ മേൽനോട്ട സമ്മതിയോടും കൂടെയല്ലേ അന്വേഷണ സംഘം സുത്യർഹമാംവിധം പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ നാട്ടിൽ പലരാലും പ്രകീർത്തിക്കപ്പെട്ടത്. ഇപ്പോഴെന്താണ് അന്വേഷണ സംഘത്തിനാകെ കുഴപ്പം? ഇപ്പൊ തങ്ങൾ വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് UDFന്റെ സമുന്നത നേതാവിലേക്ക് ചോദ്യമുനയെത്തുന്നു, UDFന്റെ സംസ്ഥാന നേതാവിലേക്ക് അന്വേഷണ ശരങ്ങളെത്തുന്നു. അദ്ദേഹം എത്ര തവണ കള്ളം പറഞ്ഞു? ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ മണ്ഡലത്തിലുള്ള ആളാണെന്ന് പറഞ്ഞു, പിന്നെ താൻ വിളിച്ചുകൊണ്ട് പോയതല്ല, താൻ മുഖാന്തരമല്ലാതെ 10 ജൻപതിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോൾ പോറ്റി വിളിച്ചിട്ട് അദ്ദേഹം പോയി എന്ന് പറഞ്ഞു. സ്വാഭാവികമായി തിരികെ ചോദിച്ചു, നമ്മുടെ നാട്ടിലെ ലക്ഷണമൊത്തി ഒരു അമ്പലക്കള്ളം വിളിച്ചാൽ ചുവപ്പ് പരവതാനി വിരിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ട ആളാണോ കേരളത്തിലെ UDF കൺവീനർ? ഞാൻ കരുതുന്നത് അങ്ങനത്തെ ഒരാളല്ല കേരളത്തിലെ UDF കൺവീനർ എന്നുള്ളതാണ്. ഇനി മറിച്ചാണ് UDFന്റെ അഭിപ്രായമെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയുടെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെ. അപ്പോഴോ ഇദ്ദേഹം ആദ്യം പറഞ്ഞ കള്ളം പിന്നെ പിടികൂടപ്പെടുന്നു, രണ്ടാമത് പറഞ്ഞ കള്ളം പിടികൂടപ്പെടുന്നു. ഇനി രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ പ്രകാരം എന്താണ്? ഇദ്ദേഹം മുഖാന്തരം അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും ഉണ്ടല്ലോ, ഇല്ലേ? ഗോവർദ്ധനമുണ്ട്, പോറ്റിയുമുണ്ട്. ഇവർ രണ്ടുപേരും എങ്ങനെ 10 ജൻപതിന്റെ UPA ചെയർപേഴ്സന്റെ അന്തപ്പുരത്തിനുള്ളിൽ എങ്ങനെ പ്രവേശനം ലഭിച്ചു? ആര് പ്രവേശനം വാങ്ങിച്ചു കൊടുത്തു? ആങ്കർക്ക് എന്തായാലും അറിയാമല്ലോ. ഇല്ലില്ല, ഞാൻ എന്റെ ഭാഗം കഴിഞ്ഞിട്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് എത്ര വേണമെങ്കിലും മടങ്ങിത്തരാം, അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയും പറയാം. അപ്പോഴെന്താണ്? ആങ്കർക്ക് നിർബന്ധമായും അറിയാമല്ലോ, Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരാളുടെ മുമ്പിൽ എങ്ങനെ ഒരാൾ സാധാരണക്കാരന് അപ്പോയിന്റ്മെന്റ് കിട്ടും? ആങ്കർക്ക് മാധ്യമ പ്രവർത്തകന്റെ വിശാല അനുഭവ ലോകമുണ്ട് എന്നേക്കാൾ കൂടുതൽ. അങ്ങേക്ക് നിർബന്ധമായും ചില ഓർമ്മകളുണ്ടല്ലോ. ലീഡർ എന്ന് കേരളത്തിലെ പുകൾപ്പറ്റ കോൺഗ്രസ്സുകാർ വിളിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഡൽഹി കേരള ഹൗസിൽ വന്ന് തമ്പടിച്ച് കിടന്നു, ഇല്ലേ? ഈ UPA ചെയർപേഴ്സന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കാത്ത് കിട്ടിയിട്ടുണ്ടോ? UPA ചെയർപേഴ്സൺ കൊടുത്തിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി പദവി വരെ അലങ്കരിച്ചിരുന്ന ലീഡർക്ക് ഒരു അപ്പോയിന്റ്മെന്റ്, അദ്ദേഹത്തിന് കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് ആണ് Z+ കാറ്റഗറിയുള്ള അപ്പോയിന്റ്മെന്റിന് മുമ്പ് പേര് വിവരങ്ങൾ, സന്ദർശന ഉദ്ദേശം, തിരിച്ചറിയൽ രേഖ ഇതൊക്കെ ഹാജരാക്കി കയറേണ്ട, നിയാമികമായി ഇതൊക്കെ ഹാജരാക്കി കയറേണ്ട ഒരു സ്ഥലത്ത് ഈ കള്ളൻ എങ്ങനെ കയറി? അടൂർ പ്രകാശും ആന്റണിയും പറയുന്നു, ഞങ്ങളല്ല കയറ്റിയത്, അദ്ദേഹത്തിന് നേരിട്ട് ആക്സസ് ലഭിച്ചതാണ്. നേരിട്ട് ലഭിച്ച ആക്സസ് എന്താണ്? ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ വിശ്വസിക്കുന്നയാളല്ല, പക്ഷെ നേരിട്ട് ലഭിച്ച ആക്സസ് എന്താണ്? സോണിയാഗാന്ധിയുടെ മണ്ഡലമായിരുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അടൂർ പ്രകാശും ആന്റണിയോ കരുതുന്നുണ്ടോ? അതോ ഈ സുബ്രഹ്മണ്യ സ്വാമി ആരോപിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ സഹോദരിമാർക്ക് മറ്റിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ പുരാവസ്തുക്കൾ കൊണ്ടുപോയി വിൽപ്പനയുണ്ടായിരുന്നു എന്ന് BJPയുടെ നേതാക്കന്മാർ, സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ള മറ്റാളുകൾ ആരോപിക്കുന്നതിൽ വസ്തുതയുണ്ട് എന്നാണോ അടൂർ പ്രകാശും ആന്റണിയും പറയുന്നത്? ഇവർ പറയേണ്ട എങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്നുള്ളത് തങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ. എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശിന്റെ പഴയ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലെ പ്രതികരണം ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നില്ലേ? 2024 ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽദാന ചടങ്ങ്. ആ താക്കോൽദാന ചടങ്ങിന്റെ ആമുഖ വാചകം എങ്ങനെയാണ് ആങ്കർ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്? ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തരായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇടതുപക്ഷമല്ല പറയുന്നത്, CPIM അല്ല പറയുന്നത്, ശബരിമല ഇരിക്കുന്ന ദേവസ്ഥാനത്തെ പാർലമെന്റ് മെമ്പറായിരുന്ന UDFന്റെ കൺവീനറായിരുന്ന തനിക്ക് അറിയില്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ അടൂർ പ്രകാശിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് 2024 പറയുന്നു, ബാംഗ്ലൂരിലെ ലക്ഷണമൊത്ത അയ്യപ്പ ഭക്തരായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇല്ലേ? അച്ചടിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എത്ര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു? ഇതിനോട് കോൺട്രഡിക്ടറി ആയിട്ട് തിരികെ ചോദിക്കുന്നത്, ഈ വിജിലൻസ് സംവിധാനം കയ്യിലുണ്ടായിട്ട് ഈ മോഷ്ടാവാണ് എന്ന സംശയം ഉയർന്നു കഴിഞ്ഞിട്ട് എങ്ങനെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത്? സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ചടങ്ങ് സംഘടിപ്പിച്ചത് സർക്കാരാണോ? സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ചടങ്ങിന്റെ മുഖ്യ സ്പോൺസർ ആരായിരുന്നു? ഭീമാകാരമായ പശ്ചാത്തലമുള്ള കേരളത്തിലെ മറ്റൊരു പ്രധാന ജുവലറി ഗ്രൂപ്പ് അല്ലേ? ആ ജുവലറി ഗ്രൂപ്പിന്റെ ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി വരുന്നത്. ആ ചടങ്ങിൽ അതൊക്കെ മുഖ്യമന്ത്രിയോ സർക്കാരോ ക്ഷണിച്ചിട്ടല്ലാത്ത ഒരാൾ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കെങ്ങനെ വിധി പ്രസ്താവിക്കാൻ കഴിയും? അങ്ങനെയാണോ UPA ചെയർപേഴ്സന്റെ അന്തപ്പുരത്തിനുള്ളിൽ കയറിയിട്ട് സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും ഒരുമിച്ച് നിന്ന് ഉപഹാരങ്ങൾ കൊടുക്കുകയും കയ്യിൽ ചരടോ ബ്രേസ്ലെറ്റോ ജപിച്ചു കൊടുക്കുകയും അത് അസുഖം മാറാനുള്ള ശബരിമല ശാസ്താവിന്റെ പ്രസാദമായിരുന്നു എന്ന് അങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? പക്ഷെ അപ്പോൾ നോക്കൂ, അടൂർ പ്രകാശ് എഴുതുന്ന 2024 കേരള സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നോ? ജയ്ക്ക് ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മളുടെ മുമ്പാകെ വിവരങ്ങൾ വെളിപ്പെട്ട് വരുന്നത് എപ്പോഴാണ്?
അതിന്റെ പ്രീസിഡൻസ് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ നാൾവഴികൾ കൃത്യമായി അല്ലല്ല, ജയിക്കിന്റെ ചോദ്യം ഇതാണ്. 2024 അയ്യപ്പ ഭക്തനാണ് ബാംഗ്ലൂരിലുള്ള അയ്യപ്പ ഭക്തൻ എന്ന് അടൂർ പ്രകാശ് എഴുതുമ്പോഴും സോണിയാഗാന്ധിയെ കാണുമ്പോഴും അത് രണ്ടു ഘട്ടം കാണുമ്പോഴും അടൂർ പ്രകാശിനും ആന്റണിക്കും സോണിയാഗാന്ധിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാവുന്നത് അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ്. അതേ നിലയിലാണ് കടകംപള്ളി സുരേന്ദ്രനും അറിയാവുന്നത്. അതേ നിലയിലാണ് പത്മകുമാറിനും വാസുവിനും അറിയാവുന്നത്. അതേ നിലയിലാണ് എന്തിന് 2025 സെപ്റ്റംബറിൽ പോലും PS പ്രശാന്ത് അയ്യപ്പ ഭക്തനായ ഗ്യാരണ്ടി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഒപ്പിച്ച് നൽകുന്ന ഒരു ഭക്തന്റെ കയ്യിൽ ഇത് ഭക്തന്റെ സാന്നിധ്യത്തിൽ ആ ഭക്തന്റെ മേൽനോട്ടത്തിൽ നമുക്കത് പണിതു കൊണ്ടുവരാമെന്ന തീരുമാനമെടുക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. വിജിലൻസും ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കേരള സർക്കാരിനാണ്. ആ കേരള സർക്കാരിന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറയുന്നു അയ്യപ്പ ഭക്തനാണ്, അദ്ദേഹം തന്നെ പങ്കെടുക്കുന്നു ഇതേപോലെ മറ്റൊരു വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ. ജയിക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിൽ ഒരു സമീകരണ സന്ദേശമുണ്ട്. ഏതാണ്? LDFന്റെ നേതാക്കന്മാരും പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ UDFന്റെ സോണിയാഗാന്ധി മുതലുള്ള ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും അനുഭവങ്ങളിൽ ഈ പോറ്റിയും സംഘവും അമ്പലക്കള്ളന്മാരല്ല, അദ്ദേഹം മറിച്ച് ഒരു സത്യസന്ധനായ അയ്യപ്പ വിശ്വാസിയല്ലേ. അപ്പോൾ അക്കാര്യത്തിൽ സെലക്റ്റീവായ ഒരു തെറ്റ് ആരോപണത്തിന് സാധ്യതയുണ്ടോ? ഇതാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ രത്നച്ചുരുക്കം. പ്രത്യേകത എന്താണ്? അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ് ഇത്തരം ചർച്ചയിൽ, ഈ ഒരു ചർച്ചയിൽ. കാരണം എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെയുള്ള അവതാരങ്ങളെ കുറിച്ചാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി 2016 അധികാരം ഏറ്റെടുത്ത സമയത്ത് പറയുന്നത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇത്തരം അവതാരങ്ങൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അവതാരങ്ങളെ കരുതിയിരിക്കുക. ഈ അവതാരങ്ങൾ അധികാരത്തിന്റെ ഇടനാഴികളിലും ആരാധനാ കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടാകാം. ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്താണ്? ഏറ്റവും ടോപ്പ് ബ്രാസിലുള്ള ആളുകളുമായി സൗഹൃദം പങ്കിടുക, അവരുടെ ആളാണെന്ന പ്രതീതി നിർമ്മാണം നടത്തുക. ആ പ്രതീതി നിർമ്മാണം വഴി ലക്ഷങ്ങളുടെ കോടികളുടെ തട്ടിപ്പ്, ആരാധനാലയമാണെങ്കിൽ ആരാധനാലയം, ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം, പള്ളിയാണെങ്കിൽ പള്ളി, സ്വർണ്ണാണെങ്കിൽ സ്വർണം, പണമാണെങ്കിൽ പണം, ഈ തട്ടിപ്പ് ഉപയോഗിച്ച് നടത്തുക. ഈ പ്രതീതി നിർമ്മാണത്തിന് അടിത്തറയും മേൽക്കൂരയും പണിതു കൊടുത്തത് ആരാണ്? ആങ്കർ ഒന്ന് പറ. ഞങ്ങളാണോ? പക്ഷേ ഉത്തരവ് പ്രകാരം അത് പണിത് കൊടുത്തിരിക്കുന്നത് 2019 മാത്രമാണ്. ഏറ്റവും ഉന്നതനായ അന്തപ്പുറത്ത് അല്ല, താങ്കൾ പറഞ്ഞതിന്റെ ഈ 75% ഞാൻ അങ്ങയോട് യോജിക്കുന്നു. അവസാന ഭാഗത്തിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. ഇതിനൊരു ഉത്തരവായ രേഖാമൂലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വരുന്നത് LDF സർക്കാരിന്റെ കാലത്താണ്. പ്രയാഗ് ഗോപാലകൃഷ്ണ ഇറക്കിയ ഒരു കടലാസ് കാണിക്കാമോ? VS ശിവകുമാറിന്റെ കാലത്ത് ഇറക്കിയ ഒരു കടലാസ് കാണിക്കാമോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ഇറങ്ങിയ ഒരു കടലാസ് കാണിക്കാമോ? ഈ ഫോട്ടോകളല്ലാതെ ഔദ്യോഗിക രേഖയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഒരു രേഖ വരുന്നത് 2019 മാത്രമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങ് 75% എടുത്തിട്ട് ഇടതുപക്ഷ കാലയളവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടതുപക്ഷ വിരുദ്ധ ഗവൺമെന്റുകളുടെ കാലയളവിൽ ഇത്തരം ഒരു രേഖയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനെ സംബന്ധിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തീർപ്പ് കൽപ്പിക്കാൻ ഞാനോ അങ്ങ് ഇപ്പോൾ ആളല്ലോ. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഏറ്റവും പ്രസക്തമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ വളരെ ലോജിക്കായി എനിക്ക് തോന്നുന്ന ചോദ്യം നീളുകയല്ലേ?